ആദിത്യൻ കത്ത് കയ്യിൽ പിടിച്ചു നിന്നു. മുറിയിലെ വായു തണുത്തു തുടങ്ങി. വിളക്കിന്റെ തീയും വിറച്ച് തീരാറായിരുന്നു. അവൻ ചിന്തിച്ചു, അമ്മയെ രക്ഷിക്കണമെങ്കിൽ ഈ കത്ത് എനിക്ക് തുറക്കണം. കയ്യിൽ പിടിച്ച മുദ്ര പൊട്ടിച്ചു തുറന്നപ്പോൾ അകത്ത് കനത്ത കാറ്റ് വീശി. കത്തിന്റെ പേജുകൾ പറന്ന് വാതിലിൽ അടഞ്ഞുപോയി. കത്തിന്റെ ഉള്ളിൽ എഴുതിയിരിക്കുന്നത്, ആദിത്യ, നീ സത്യത്തിനടുത്താണ്. പക്ഷെ ആര്യൻ നിന്നെ കണ്ടെത്തും മുമ്പ് വീടിന്റെ അടിത്തട്ടിലേക്ക് പോ. അവിടെ തന്നെയാണ് സത്യം അടഞ്ഞിരിക്കുന്നത്. അവൻ ടോർച്ചെടുത്ത് നിലത്തേക്ക് ഇറങ്ങി. വീടിന്റെ അടിത്തട്ടിൽ പൊടിയും ഇരുട്ടും നിറഞ്ഞ ഒരു മുറി. അവിടെ ഒരു പഴയ പെട്ടി. അതിൽ A+M എന്ന ചിഹ്നം കൊത്തിയിരുന്നു. പെട്ടി തുറന്നപ്പോൾ അകത്തൊരു ഡോക്ടർ കോട്ട്, ഒരു സ്റ്റെതസ്കോപ്പ്, മറ്റൊരാളുടെ പേരുള്ള ഒരു ഫയൽ. ഡോക്ടർ ആര്യൻ നായർ. അവൻ വായിച്ചു തുടങ്ങി. ഫയലിന്റെ ആദ്യ പേജ്, പ്രോജക്റ്റ് റീബർത്ത്, സബ്ജക്റ്റ് മറിയം. അവൻ അമ്പരന്നു. മറിയം മരിച്ചിട്ടില്ല. അവളെ പരീക്ഷണത്തിന് വിധേയമാക്കി വീണ്ടും ജീവിപ്പിക്കാൻ ശ്രമം നടത്തിയിരിക്കുന്നു. പിന്നിലെ പേജിൽ ഒരു കുറിപ്പ്, ടെക്സ്റ്റ് ഫെയിൽ, സബ്ജക്റ്റ് അൺസ്റ്റേബിൾ, ഹെർ മെമ്മറീസ് ബൗണ്ട് ടു ദ ഹൗസ്, ഓൺലി ഹെർ സൺ ക്യാൻ റിലീസ് ഹെർ. ആദിത്യന്റെ കൈ വിറച്ചു. പെട്ടെന്ന് പിന്നിൽ നിന്ന് ആരോ പറഞ്ഞു, അത് വായിക്കാൻ പാടില്ലായിരുന്നു ആദിത്യ. അവൻ തിരിഞ്ഞു നോക്കി. ഡോക്ടർ ആര്യൻ നായർ അവന്റെ മുന്നിൽ വന്നു നിൽക്കുന്നു.